ഹലോ, ഇന്ന് നമുക്കൊരു വെറൈറ്റി ഇഫ്താർ സ്നാക്ക് ഉണ്ടാക്കിയാലോ? ചിക്കനോ മുട്ടയോ ബീഫോ ഒന്നും വേണ്ട കേട്ടോ ഈ സ്നാക്ക് ഉണ്ടാക്കാൻ. പൊട്ടറ്റോയും തേങ്ങയും കൊണ്ടാണ് ഞാനിപ്പോൾ ഈ കിടിലൻ ടേസ്റ്റുള്ള സ്നാക്ക് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ്, അതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങ ചിരവിയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം വലിപ്പത്തിലുള്ള അരമുറി തേങ്ങയാണ് കേട്ടോ അത്. അപ്പോൾ ആദ്യം തന്നെ മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക. എന്നിട്ട് അതിലോട്ട് 4 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചിരവി വെച്ചിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചട്നി കട്ലറ്റാണ് കേട്ടോ. അപ്പോൾ ചമ്മന്തി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഇതിന് മുമ്പ് കഴിക്കാത്തൊരു വെറൈറ്റി കട്ട്ലറ്റാണ് കേട്ടോ അത്. പിന്നെ ഇതിലേക്ക് ഞാൻ 4 വലിയ പൊട്ടറ്റോ പുഴുങ്ങിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല പോലെ ഉടച്ചിട്ട് വേണം നമ്മൾ ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഈ ചട്നി കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറഞ്ഞ ചേരുവകൾ മാത്രം മതി കേട്ടോ. അതോ നമ്മുടെ വീട്ടിലെപ്പോഴുള്ള ചേരുവകൾ തന്നെയാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ചേർക്കാനുള്ളത് ബ്രെഡ് ക്രംസ് ആണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 1/2 കപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെയും ചേർക്കണം. അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ ചേർത്തതാണല്ലോ, അതുകൊണ്ട് തന്നെ നമുക്കത് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നിടത്തോളം വീണ്ടും ചേർക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് ബ്രെഡ് ക്രംസും കൂടെ ചേർക്കുകയാണ്. അപ്പോൾ മൊത്തത്തിൽ 1 കപ്പ് ബ്രെഡ് ക്രംസ് ആണ് കേട്ടോ ചേർത്തത്. നമ്മൾ ബ്രെഡ് പൊടിച്ചതല്ല എടുക്കേണ്ടത്. ബ്രെഡ് പൊടിച്ച് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് വേണം ചേർക്കാൻ. എന്നാലാണ് നമുക്ക് നല്ലൊരു ടെക്സ്ചറിൽ ഇത് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം കേട്ടോ. കട്ലറ്റിൻ്റെ ഷേപ്പിലാക്കിയെടുത്താലും മതി. ഞാനിപ്പോൾ എന്താണെങ്കിലും ഒരു സ്ക്വയർ ടൈപ്പിലാണ് ഇപ്പോൾ അത് ആക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഇനി നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എടുത്ത അളവിൽ ഇത്രയും കട്ലറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് മുക്കി പൊരിക്കാനുള്ളൊരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു സ്മൂത്ത് ബാറ്റർ ആക്കിയിട്ട് ഇത് എടുക്കണം. അപ്പോൾ ഒത്തിരി തിക്കും അല്ല ഒത്തിരി ലൂസും അല്ലാത്തൊരു ബാറ്ററാണ് കേട്ടോ വേണ്ടത്. കട്ടയൊന്നും കൂടാതെ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡ് പൊടിച്ച് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഈ ബാറ്ററിലൊന്ന് മുക്കിയെടുക്കുക. അതിന് ശേഷം നമ്മൾ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇത് പിന്നെ ബ്രെഡ് പൊടിച്ചതായാലും പ്രശ്നമൊന്നുമില്ല, ബ്രെഡ് റോസ്റ്റ് ചെയ്തെടുക്കണം എന്നൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ബ്രെഡ് പൊടിച്ചതിൽ നല്ല പോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് നല്ല ചൂടായ എണ്ണയിലോട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്യുക. വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിൽ ഒരു 15 മിനിറ്റൊക്കെ വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഫ്രിഡ്ജിലൊന്നും വെക്കുന്നില്ല, ഡയറക്റ്റ് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മളൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ചെയ്താൽ മതി. തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ചട്നി കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ചമ്മന്തിയുടെ ടേസ്റ്റിലുള്ളൊരു കട്ട്ലറ്റാണ്, നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയിപ്പോൾ ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം കേട്ടോ. പിന്നെ എന്നും പറയുന്ന പോലെ തന്നെ ഫുൾ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്